ഹായ്, നമ്മളിന്ന് ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്തിരിക്കുന്നത് പിറ്റ്സ്പാർക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു 4K ആക്ഷൻ ക്യാമറയാണ്. അതൊരു ബഡ്ജറ്റ് ഐറ്റമാണ്. പിറ്റ്സ്പാർക്ക് ഈഗിൾ i12 എന്നാണ് ഇതിൻ്റെ നെയിം. അപ്പോൾ നമുക്ക് നോക്കാം ബോക്സിൽ എന്തൊക്കെയാണുള്ളത്. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മൈക്ക് ആനിവേഴ്സറി എഡിഷനായിട്ട് ഫ്രീ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ബോക്സിനുള്ളിൽ ഫ്രീ ഒന്നുമില്ല, ഇതിനുള്ളിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ക്യാമറ വിത്ത് ആക്സറീസ് ആണ്. അപ്പോൾ അതിൽ 2-inch IPS HD സ്ക്രീനുണ്ട്. അതേപോലെ C ടൈപ്പ് ചാർജിങ് പോർട്ടാണ്. എക്സ്റ്റേണൽ മൈക്ക് സപ്പോർട്ട് ചെയ്യും. പിന്നെ ആക്ഷൻ ക്യാമറയിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ അവകാശപ്പെടുന്നുണ്ട്. ഗിഫ്റ്റ് കൂപ്പൺ ഇൻസേർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലാഷ് ലൈറ്റ്, ടൈപ്പ് C പോർട്ട്, 4K അൾട്രാ HD ആണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു മെയ്ഡ് ഇൻ ചൈനയാണ്, ഇമ്പോർട്ടഡ് ബൈ ആണ്. സെൻസർ IMX386 CMOS ആണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി അങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ബാറ്ററി ഉണ്ട്, 1000 mAh ആണ് നിയർലി. ബൈക്കിങ് നടത്തുന്നവർക്കും കയാക്കിങ് നടത്തുന്നവർക്കൊക്കെ പറ്റിയ സാധനമാണെന്നാണ് പറയുന്നത്. ഡ്രോണിൽ ഉപയോഗിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. മോഡൽ ഈഗിൾ i12 ആക്ഷൻ ക്യാമറയാണ്. ബോക്സിൻ്റെ പുറത്ത് തന്നെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൺട്രി ഓഫ് ഒറിജിൻ ചൈന എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ MRP കാണിച്ചിരിക്കുന്നത് 12,490 നമ്മൾ മേടിച്ചിരിക്കുന്നത് 5,900 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് നീ എന്തായാലും പാക്കറ്റിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സൊക്കെ നല്ല സീൽ ചെയ്ത് നല്ല നീറ്റ് ഫ്രഷ് ബോക്സാണ്. ഫസ്റ്റ് തന്നെ മെയിൻ ക്യാമറ യൂണിറ്റ് ആണ്. ക്യാമറ, പിന്നെ അതിൻ്റെ യൂണിറ്റിൻ്റെ കൂടെ റിമോട്ടുണ്ട്. പിറ്റ്സ്പാർക്കിൻ്റെ വാറണ്ടി കാർഡ്, അവരുടെ ഒരു ഗിഫ്റ്റ് കൂപ്പണ്. ഇപ്പോൾ മെയിൻ യൂണിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ബാക്കി ബോക്സിലെ ആക്സറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 20ഓളം ആക്സറീസ് ആണ് ഇവർ ഇതിൻ്റെ കൂടെ പറയുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ബൈക്കേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഹെൽമെറ്റ്, ഇതിൻ്റെ യൂസർ മാനുവലാണ്. നമുക്ക് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈഗിൾ i12 ആക്ഷൻ ക്യാമറ 4K. ഇത് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ഇവർ കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്ത്. അവരുടെ ഇവർ പറയുന്നത് ഒരു മൈക്ക് 299 രൂപയ്ക്ക് ഇവരുടെ മൈക്ക്, പിറ്റ്സ്പാർക്കിൻ്റെ മൈക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ശരിക്കും ഇവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നത് ഫ്രീ കിട്ടും എന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് 299 രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്. അതിന് 799 രൂപയാണ് വില ആമസോണിൽ. ക്യാമറ നോക്കി നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്കൊക്കെ മേടിക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിന് മുമ്പ് ക്യാമറ എങ്ങനെയുണ്ടെന്ന് അറിയണം. പിന്നെ ഇത് അതിൻ്റെ മൗണ്ടിങ്സ് ഒക്കെയാണ്, ഫിക്സ്ചർ മൗണ്ടിങ്സ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ എണ്ണം ഇതിലുണ്ട്. അപ്പോൾ പലതരത്തിൽ യൂസ് ചെയ്യുന്നതാണ്. ബൈക്കിൽ യൂസ് ചെയ്യാം, കാറിൽ യൂസ് ചെയ്യാം, അങ്ങനെ പല ഹെൽമെറ്റിൻ്റെ പുറത്ത് ഒട്ടിച്ച് വെക്കാം. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. ബൈക്കിൻ്റെ ഹാൻഡിൽ, സൈക്കിളിൻ്റെ ഹാൻഡിൽ യൂസ് ചെയ്യാം. അതുപോലെ ഹെൽമെറ്റിന് പുറത്ത് നെറ്റിയിലൊക്കെ യൂസ് ചെയ്യാം. കെട്ടി വെക്കാൻ പറ്റുന്ന ബെൽറ്റുകൾ. ഇത് C-പിന്നാണ്, ചാർജറില്ല, കേബിൾ മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഡബിൾ സൈഡ് ടേപ്പ്, അതിൻ്റെ കേബിള്. ഇതാണ് ബാറ്ററി. ഒരു ബാറ്ററിയേ ഉള്ളൂ. അപ്പോൾ ബാറ്ററി സെപ്പറേറ്റ് ആണ്. ആ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് ഇടണം. ബാറ്ററി ക്യാമറയിൽ ഇട്ടിട്ടാണ് ചാർജ് ചെയ്യുക. ഇത് ബൈക്കിൻ്റെ ഹാൻഡിൽ അല്ല സൈക്കിളിൻ്റെ ഹാൻഡിൽ ഫിക്സ് ചെയ്യാനുള്ളതാണ് മൗണ്ടിങ്സ്. ബെൽറ്റുകൾ നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക, നെഞ്ചത്തൊക്കെ കെട്ടി വെക്കാം. അതേപോലെ തലയിൽ നീന്തുക, സിം ചെയ്യുമ്പോൾ നമുക്ക് തലയിൽ കെട്ടി വെക്കാം. അങ്ങനെയുള്ള ബെൽറ്റുകൾ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ 20ഓളം ആക്സറികൾ തന്നെയുണ്ട്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു മൈക്ക് ഫ്രീ കിട്ടുമെന്നൊക്കെ ആയിരുന്നു. മൈക്ക് ഫ്രീ ഇല്ല,
299 രൂപ കൊടുത്ത് മൈക്ക് മേടിക്കാനുള്ള ഒരു കൂപ്പൺ ഉണ്ട്. മൈക്കിൻ്റെ വില ഇവർ 1400 രൂപയാണ് പറയുന്നത്. ആമസോണിൽ 800 രൂപയ്ക്ക് ആണ് അത് വിറ്റുകൊണ്ടിരിക്കുന്നത്, 799 രൂപയ്ക്ക്. ഇതാണ് ബാറ്ററി, കോമ്പാക്ട് ബാറ്ററിയാണ്. പിന്നെ ഇതിന് വാട്ടർ പ്രൂഫ് കവറുണ്ട്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 90 അടി വരെ 30 മീറ്റർ വരെ ഈ സാധനം വെള്ളത്തിൽ കിടക്കും. പിന്നെ ഇതിനൊരു ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റിമോട്ട് കിട്ടും. ക്യാമറയ്ക്കും വീഡിയോ ക്യാമറയ്ക്കും റിമോട്ട്സ് ഉണ്ട്. ഇതാണ് ക്യാമറ മെയിൻ യൂണിറ്റ് വിത്ത് അതിൻ്റെ ഒരു ഫിക്സർ അടക്കമാണ് വന്നിരിക്കുന്നത്, ഒരു മൗണ്ടിങ്. ഇത് വാട്ടർ പ്രൂഫ് കേസാണ്. ഇത് ക്യാമറ മെയിൻ യൂണിറ്റ് തുറന്നു. നമ്മൾ ഇതിൽ ബാറ്ററി ഒക്കെ ഇൻസെർട്ട് ചെയ്യണം. 4 ബട്ടൺസ് ഉണ്ട്, മെനു ബട്ടൺ, പവർ ബട്ടൺ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻബിൽറ്റ് മൈക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇൻബിൽറ്റ് മൈക്കിലൊക്കെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ക്വാളിറ്റിയോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. ട്രൈപോഡിലൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം, സെൽഫി സ്റ്റിക്കിൽ ഫിക്സ് ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഇതാണ് നൈറ്റ് വ്യൂ. ഒരു 4K ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഒരു നൈറ്റ് വ്യൂ ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിത് അത്ര ഒരു മികച്ച നൈറ്റ് വ്യൂ എന്നൊന്നും പറയില്ല. എന്നാലും ഒരു ആവറേജ് നൈറ്റ് വ്യൂ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്, ഞാൻ ഒരു ദിവസം ഫുള്ള് ട്രാവൽ ചെയ്ത് കുറേ ഫൂട്ടേജോ കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ വെച്ചു. ഓഫ് ചെയ്ത് ചാർജ് ചെയ്യാൻ വെച്ച ക്യാമറ ഓൺ ചെയ്ത് നോക്കുമ്പോൾ അന്ന് റെക്കോർഡ് ചെയ്ത് ഒരൊറ്റ ഫുട്ടേജ് പോലും ഇല്ല. ചാർജ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്തു, വീണ്ടും ഓഫ് ചെയ്ത് നോക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഓഫ് ചെയ്യുമ്പോഴും റെക്കോർഡ് ചെയ്ത ഫുട്ടേജ് മൊത്തം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ്. രണ്ടാമത് നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. അതായത് വാട്ടർ പ്രൂഫ് കേസിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വാഹനങ്ങളിൽ ഡാഷ് ക്യാമിന് പകരമൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക്. സൈക്ലിംഗ് ഒക്കെ നടത്തുന്നവർക്ക് ബാറ്ററി ചാർജ് ശരിക്കും ഒരു 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെയാണ് പരമാവധി നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു ബാറ്ററിയേ ഉള്ളൂ. അപ്പോൾ ലോങ് ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും. എന്തായാലും മേടിക്കേണ്ടവർക്ക് ആമസോണിൽ നിന്ന് മേടിക്കാവുന്നതാണ്.